ഓണവിപണി സജീവമാകുമ്പോൾ നേന്ത്രക്കായയുടെ വില കുതിച്ചുയരുകയാണ്. മൊത്ത വ്യാപാര വില കിലോ 60 രൂപയ്ക്ക് മുകളിലായി. ചില്ലറ വിപണിയിൽ നേന്ത്രക്കായ്ക്ക് 75 മുതൽ 85 രൂപ വരെയാണ് വില. നേന്ത്രക്കായയുടെ വില മലയാളികളുടെ ഓണസദ്യയ്ക്ക് ചെലവ് കൂട്ടും. ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. നേന്ത്രക്കായ ഇല്ലാത്ത ഓണസദ്യ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ചിപ്സ്, ശർക്കര വരട്ടി, സാമ്പാർ, അവിയൽ അങ്ങനെ ഓണസദ്യയിലെ പ്രധാന ഇനമാണ് നേന്ത്രക്കായ. ഇത്തവണ കറിക്കൂട്ടുകളിൽ നിന്ന് നേന്ത്രക്കായ ഒരൽപ്പം കുറയ്ക്കേണ്ടി വരും. പൊള്ളുന്ന വിലയും ലഭ്യതക്കുറവുമാണ് പ്രധാന കാരണം. ഒരു മാസം മുൻപ് നേന്ത്രക്കായയുടെ വില 32 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലാണ് മൊത്ത വ്യാപാര വില. നമ്മൾ ഹോൾസെയിൽ വെക്കണപ്പോൾ 70 രൂപ വെക്കണം. എന്നാൽ 2 രൂപ 3 രൂപ കിട്ടും. അത് കൂലിയും വാടകയൊക്കെ കൊടുക്കുമാണ്. ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഓണത്തിനൊന്നും നിലവരെന്ന് പറയാൻ പറ്റില്ല. കൂടാൻ ചാൻസ് എന്നാൽ കായ അധികം വന്നാൽ മാർക്കറ്റ് കമ്മിയാവും, കൂടുതൽ വന്നാൽ കുറച്ച് വന്നാൽ വില കൂടും. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഓണവിപണി സജീവമാകുമ്പോൾ ചില്ലറ വിൽപ്പന വില 90 രൂപയ്ക്ക് മുകളിലാകും. നാടൻ കായ കിട്ടാനില്ലെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള കായകളാണ് വിൽക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. ശക്തമായ മഴയും കാലാവസ്ഥ വ്യതിയാനവും വാഴകൃഷിയെ ബാധിച്ചതോടെ ഉൽപ്പന്നം കുറഞ്ഞതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം. കായ വരുന്നുണ്ട്. ഇപ്പോൾ വയനാട് കായ കഴിഞ്ഞു, മേട്ടുപ്പാളയം കായ വരുന്നുണ്ട്. നാടൻ 70, മേട്ടുപ്പാളയം 65, അതൊക്കെ തന്നെ മാർക്കറ്റ്. ഇനിയിപ്പോൾ ഓണത്തിനൊരു 2-3 കൂടെ കൂടും. 70-72 പറഞ്ഞിട്ട് നിൽക്കും. കഴിഞ്ഞ തവണ 45-46, ഇപ്രാവശ്യം പെട്ടെന്ന് വില കൂടി. അത് കൊറോണ സമയത്ത് സമയത്തൊന്നും കായ ഇത്തിരി കമ്മി, ആവശ്യക്കാർ കൂടി. നേന്ത്രക്കായന് ആവശ്യക്കാർ ഒരുപാടുണ്ട്. പാലക്കാട് 10-20 കമ്പനി ഉണ്ട്. ചക്രവെട്ട്, നാലുവെട്ട്, ഇത് ഇപ്പോൾ പോണതൊക്കെ ചിപ്സ് കമ്പനി. പഴത്തിന് ഇനി 2 ദിവസം കഴിഞ്ഞാൽ പഴത്തിൻ്റെ തിരക്ക് കൂടും. നേന്ത്രക്കായ കൂടാതെ ഞാലിപ്പൂവന്റെയും റോബസ്റ്റിന്റെയും വില ദിനം പ്രതി കുതിക്കുകയാണ്. നിലവിൽ ഞാലിപ്പൂവന്റെ മൊത്ത വ്യാപാര വില 82 രൂപയാണ്. ചില്ലറ വിപണിയിൽ 100 രൂപയിലധികം നൽകേണ്ടിയും വരും. ന്യൂസ് മലയാളം, പാലക്കാട്.